മക്കളെ നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോണത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പൊ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കണേക്കാളും മുന്നേ നമുക്ക് കുറച്ച് ബേസ് അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യണേക്കാളും മുന്നിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് ഞാനിവിടെ എന്ത് ബേസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ടുവച്ചിരിക്കാന്ന് വിചാരിക്കുക വിത്തിൻ ആൻ ആംഗിൾ തീറ്റ. ഒരു ആംഗിൾ തീറ്റയിൽ ഇങ്ങനെ ചെരിച്ചു വെച്ചിരിക്കാന്ന് വിചാരിക്കുക. ആ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാ F = BIL sin θ. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെ ഓറിയന്റേഷനും ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇനി അടുത്തറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അപ്പൊ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാടാ, കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തള്ളവിരൽ പിടിക്കുക, 4 വിരലുകൾ ചുരുട്ടുക. ഈ 4 വിരലുകൾ ചുരുട്ടുമ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക, അല്ലെ? പിന്നെ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, ലെഫ്റ്റ് ഹാൻഡിലത്തെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ പിടിക്കുക. 4 ഫിംഗർ ഫീൽഡ്, മിഡിൽ ഫിംഗർ കറണ്ട്, തമ്പ് ഗീവ്സ് ദ ഫോഴ്സ്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി ഒരു കാര്യം കൂടെ വേണടാ, ആംപിയർ സർക്യൂട്ട് ലോന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു പോയിന്റ് എടുത്ത മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? which is equal to μ0 I divided by 2πr, അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡെറിവേഷൻ നമുക്ക് ആരംഭിക്കാം കേട്ടോ. അപ്പൊ മക്കളെ ശ്രദ്ധിക്കടാ, ഇതാണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഡിനോട്ടഡ് ബൈ കണ്ടക്ടർ 1. അപ്പൊ അതിൽ കൂടെ ഒരു കറണ്ട് പോവാന്ന് വിചാരിക്കുക, which is I1. ഈ I1 എന്നുള്ള കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്ക് ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? ഓയിസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അല്ലെ? എങ്ങനെ കണ്ടെത്താടാ? യൂസ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഓർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെ? കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തള്ളവിരൽ പിടിക്കുന്നു, 4 വിരലുകൾ ഇതേപോലെ ചുരുട്ടുന്നു, 4 വിരലുകൾ ഇതേപോലെ ചുരുട്ടുന്നു. സോ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും മക്കളെ? ഇതേപോലെ നോക്കിയടാ, ഇതാണ് നമ്മുടെ ഈ കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെ? അപ്പൊ ഞാനിവിടെ കോൺസെൻട്രിക് സർക്കിൾസ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടാ. ഒന്നാമത്തെ സർക്കിള്, അതിന്റെ സെന്റർ ഇതന്നെ, അതേ മക്കളെ രണ്ടാമത്തെ സർക്കിള്, മൂന്നാമത്തെ സർക്കിള്, ഓക്കെ, ഇങ്ങനെ വരച്ചുട്ടാ. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ വിളിക്കാണു B1 എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടാ. എന്ന് പറഞ്ഞ് വിളിക്കാണ് B1 എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നുണ്ടാ. ഇനി ഈ കണ്ടക്ടറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ്, കണ്ടക്ടറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ ഒരു പോയിന്റ് ഇടാ, R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ ഒരു പോയിന്റ്, ആ പോയിന്റിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയാടാ. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിന്റെ ഉള്ളിലേക്കായിരിക്കും, അല്ലെ? ബോർഡിന്റെ നോക്കി, ഇതാണ് കണ്ടക്ടർ എന്ന് വിചാരിക്കാം, ബോർഡിന്റെ ഉള്ളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? which is denoted by B1. ആ B1ന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഉള്ളിലോട്ടായിരിക്കും. ഉള്ളിലോട്ടുള്ളതിനെ നമ്മൾ എങ്ങനെ കാണിക്കാടാ? വട്ടം വരച്ച് ക്രോസ് ഇട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? യൂസ് ദിസ് ഇക്വേഷൻ. എന്താണ് മക്കളെ ഇക്വേഷൻ? നമുക്കറിയാലോ, B1 is equal to, denoted by B1 is equal to, അതിന് നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കുക, μ0 I divided by 2πr, അല്ലെ? μ0 I divided by 2πr. ഈ ഐക്ക് പകരം നിങ്ങൾ I1 ഇടണം, ബിക്കോസ് ഇവിടെ പോകുന്ന കറണ്ട് ആരാണ്? I1. കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കടാ, ഈ പോയിന്റ്, അതായത് ഈ R എന്നുള്ള പോയിന്റിൽ ഐ എം പ്ലേസിങ് അനദർ കണ്ടക്ടർ. എന്ത് കണ്ടക്ടറാ? കണ്ടക്ടർ ഞാൻ ദേ മക്കൾ ഇവിടെ പ്ലേസ് ചെയ്യടാ. ഞാൻ ഇതേ ഇവിടെ ഈ പോയിന്റിൽ ഞാൻ വേറൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നുണ്ടാ. ഓക്കെ, ഇറ്റ് ഈസ് ക്യാരിയിങ് എ കറണ്ട് I2. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ് മക്കളെ പറഞ്ഞേ? I2 ആണെന്ന് വിചാരിക്കാം. പ്രശ്നണ്ടാ? ഇനി ഇതിന്റെ നീളം, ഈ കണ്ടക്ടറിന്റെ നീളം, യു ജസ്റ്റ് ഇമാജിൻ ലെങ്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഇതിന്റെ നീളവും വിചാരിക്കടാ, ലെങ്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഓക്കെ, അപ്പോ ഇവിടുത്തെ എക്സ്റ്റേണൽ ഫീൽഡിലാണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്.
അല്ലെ? നോക്കി, എക്സ്റ്റേണൽ ഫീൽഡില് ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ ആണ് BIL sin തീറ്റ, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടത്തെ ഇക്വേഷൻ ഞാൻ എഴുതി വെക്കാണ് മക്കളെ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു കറന്റ് ഫ്ലോയിങ് ഇൻ ഫസ്റ്റ് കണ്ടക്ടർ. Force experienced by second conductor due to current flowing in first conductor, F21. What is the equation? Equation നമുക്കറിയാടാ, which is equal to എന്താ മക്കളെ അതിന്റെ ഇക്വേഷൻ? നമുക്കറിയാം, ദേ കിടക്കുന്നത് നമ്മുടെ BIL sin തീറ്റ. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കാണ് കേട്ടാ. BIL sin തീറ്റ. ഓക്കെ, BIL sin തീറ്റ. ഇവിടുത്തെ എക്സ്റ്റേണൽ ഫീൽഡ് ആരാണ്? B1. ഓക്കെ, എക്സ്റ്റേണൽ ഫീൽഡ് ആരാണ്? B1. ഈ ഇതിൽ കൂടെ പോകുന്ന, ഈ കൊണ്ടുവച്ച കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ആരാണ്? I2. അപ്പൊ നിങ്ങൾ നോക്കാം, എക്സ്റ്റേണൽ ഫീൽഡ് B, കൊണ്ടുവച്ച കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് I. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവച്ച കണ്ടക്ടർ ഇതാണ്, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് ആര്? I2. പ്രോബ്ലം ഉണ്ടാ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ലെങ്ത് എന്തെന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്? 1 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ലെങ്ത് is equal to 1. ലെങ്ത് is equal to 1 meter. പ്രോബ്ലം ഉണ്ടാ? ഇനി തീറ്റ എന്ന് പറയുന്ന സാധനം എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഉള്ളിലേക്കാണ്, അല്ലെ? ഈ കണ്ടക്ടർ ഇരിക്കുന്നത് മക്കളെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് തേടാ ഇങ്ങനെയാണ്, ഉള്ളിലേക്കാണ്. കണ്ടക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ മേക്ക് ചെയ്യണ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടോ മക്കളെ? 90 ഡിഗ്രി ആണ്, അല്ലെ? സോ യു പുട്ട് തീറ്റ സമം 90 ഡിഗ്രി. തീറ്റ സമം 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടൂടാ. ഫോഴ്സ് F21, force experienced by second conductor due to current flowing in first conductor is equal to B1 I2 L1 അല്ലേ? അവിടെ ഇരിക്കട്ടെ. ഇനി എഴുതണ്ട. അപ്പോ sin 90 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കളെ, sin 90 is equal to 1, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് F21 is equal to B1 I2, അല്ലെ? F21 is equal to, which is equal to B1 എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാ. μ0 I1 I2 divided by 2 pi r. This is the equation. ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടും? ഡയറക്ഷൻ കിട്ടാൻ you have to use Fleming's left hand rule. അപ്പൊ എന്തോരം കാര്യങ്ങളാണ് ഈ ഒരു ഡെറിവേഷനിലേക്ക് കയറി വരുന്നത്, അല്ലെ? Fleming's left hand rule എന്ന് പറഞ്ഞു കഴിഞ്ഞാല് stretch the fingers of your left hand in mutually perpendicular direction, അല്ലെ? Forefinger gives the direction of field, അല്ലെ? തമ്പ് കറണ്ട്, അല്ലെ? സോറി, നമ്മുടെ മിഡിൽ ഫിംഗർ കറണ്ട്, തമ്പ് gives the direction of force. അപ്പൊ എന്താ മക്കളെ വേണ്ടേ? ഫോർഫിംഗർ ഫീൽഡ്, മിഡിൽ ഫിംഗർ കറണ്ട്, തമ്പ് gives the direction of force, അല്ലെ? അപ്പൊ നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആര്? F21. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കേവലം ഫോഴ്സ് അല്ല. ഞാനിവിടെ എഴുതി വെക്കണം, നോക്കടാ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ലെങ്ത് കേട്ടാ. പെർ യൂണിറ്റ് ലെങ്ത് കേട്ടാ. യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 മീറ്റർ. ഓക്കെ, സംശയം ഉണ്ടാത്? അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുക. ആര്? I2 എന്നുള്ള കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇറ്റ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെയാണ് മക്കളെ വരയ്ക്കുക? കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും, ലൈക്ക് ദിസ് 1 2 3, അല്ലെ? അപ്പൊ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യണ മാഗ്നറ്റിക് ഫീൽഡ് ആണോ മക്കളെ? B2, അല്ലെ? B2 എന്നാണ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ പറയാ. അപ്പൊ ആ B2ന്റെ ഇക്വേഷൻ എന്താ വരാ? യൂസ് ദിസ് ഇക്വേഷൻ, അല്ലെ? എങ്ങനെയാണോ മക്കളെ വരാ? B2 is equal to μ0 I by 2 pi r. Here you have to write I2 എന്ന് പറഞ്ഞ് എഴുതണം. I2 because ഈ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ആരാണ്? I2 ആണ്. ഓക്കെ, ഇനി ഈ പോയിന്റിൽ എങ്ങോട്ടായിരിക്കൂടോ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടാനായിട്ട് യൂസ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഓർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് എങ്ങനെ നമുക്കറിയാം? കറണ്ട് പോകുന്ന ഡയറക്ഷനില് നമുക്ക് എന്ത് ചെയ്തു? കറണ്ട് പോകുന്ന ഡയറക്ഷനില്
തള്ളവിരൽ പിടിച്ചു, 4 വിരലുകൾ ചുരുട്ടാം അല്ലെ. അപ്പൊ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തള്ളവിരൽ പിടിച്ചു, 4 വിരലുകൾ ഇതേ മക്കൾ ഇതേപോലെ ചുരുട്ടി. അപ്പൊ ഈ പോയിന്റിൽ എവിടേക്കാണ് നിൽക്കുന്നത്? ഈ പോയിന്റിൽ, അതായത് ഈ ബ്ലാക്ക് കണ്ടക്ടറുള്ള പോയിന്റിൽ എവിടേക്കാണ് നിൽക്കുന്നത്? പുറത്തോട്ടാ നിൽക്കുന്നത് അല്ലെ. ഈ പുറത്തോട്ട് നിൽക്കണ കാരണം യു ഹാവ് ടു പുട്ട്, ഒരു വട്ടം വരയ്ക്കാ, ഒരു കുത്തിട. ഇവിടെ ക്രോസ് ആയിരുന്നു, ഇവിടെ കുത്തെന്ന് പറഞ്ഞാൽ പുറത്തോട്ട്. പ്രോബ്ലം ഉണ്ടാ ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു കറന്റ് ഫ്ലോയിങ് ഇൻ സെക്കൻഡ് കണ്ടക്ടർ ഇസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നടാ? BIL sin θ ആണ് നമ്മുടെ ബേസ് ഇക്വേഷൻ അല്ലെ. BIL sin θ. പ്രോബ്ലം ഉണ്ടാ? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആരാണ്? B2 ആണ് ഇവിടുത്തെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഇനി കൊണ്ടുവച്ച കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് I. ഇവിടെ കൊണ്ടുവച്ച കണ്ടക്ടർ ആരാണ്? I1. സോ യു ഹാവ് ടു പുട്ട് I1. ലെങ്ത് നമുക്ക് അറിയാം അല്ലെ. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഓൾറെഡി. ലെങ്ത് ഇസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്. ഇനി അടുത്ത സംഗതി നിങ്ങൾ നോക്കിയടാ, മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യണത് പുറത്തോട്ട്, കണ്ടക്ടർ ഇരിക്കുന്നത് ഇങ്ങനെ, മേക്ക് ആംഗിൾ ആസ് യൂഷ്വൽ മുന്നത്തെ പോലെ തന്നെ എന്താ 90 ഡിഗ്രി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീറ്റ സമം 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ F12 ഇസ് ഈക്വൽ ടു മക്കളെ എടാ B2 I1 L1 മീറ്റർ എഴുതണ്ട, sin 90 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ F12 ഇസ് ഈക്വൽ ടു B2 I1 which is equal to F12 is equal to B2 എത്രയുണ്ടോ? μ0 അല്ലെ. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, I1 I2 ഡിവൈഡഡ് ബൈ 2πr. പ്രോബ്ലം ഉണ്ടാ? ഒരു കുഴപ്പമില്ല അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ F21 തന്നെയാണ്, F21 തന്നെയാണ് ആരുടാ? F12. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ് അല്ലെ. ദാറ്റ് ഈസ് F21 is equal to F12. പ്രോബ്ലം ഉണ്ടാ? അപ്പൊ നമുക്കത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഒരു പ്രശ്നമില്ല, അങ്ങനെ എഴുതാം അല്ലെ. ഈ ഡയറക്ഷൻ നമുക്ക് കണ്ടെത്തണം അവിടെ. അപ്പൊ ഡയറക്ഷൻ കണ്ടെത്താനായിട്ട് യൂസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെ. അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലത്തെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കാം. 4 ഫിംഗർ ഫീൽഡ്. 4 ഫിംഗർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 4 ഫിംഗർ ഫീൽഡ് പുറത്തോട്ടല്ലേ, പുറത്തോട്ട് കാണിച്ചു. മിഡിൽ ഫിംഗർ കറണ്ട് ഇങ്ങനെ, മിഡിൽ ഫിംഗർ എന്താണ്? കറണ്ട്. തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെ, ടുവേർഡ്സ് ആ ഡയറക്ഷൻ. കുഴപ്പമുണ്ടാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കട്ടാ, നമ്മുടെ F12ന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് F12ന്റെ ഡയറക്ഷൻ. ഇവൻ ഇങ്ങോട്ട്, ഇവൻ ഇങ്ങോട്ട് അല്ലേ. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, they will attract each other. ഈ 2 കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യണം മക്കളെ? അട്രാക്ട് അല്ലെ. നോക്കി 2 ആൾക്കാരും ഇങ്ങനെ അടുത്തോട്ട് വരാം, they will attract each other. പ്രോബ്ലം ഉണ്ടാ? രണ്ടിന്റെയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണടാ, 2 കണ്ടക്ടേഴ്സിൽ കൂടെ ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ they attract. 2 കണ്ടക്ടറിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ they repel. കഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടാ. ഓക്കെ, താങ്ക് യു.